നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം അരിസ് നെന്മാറ, ഒപ്പം MSK. അപ്പോൾ IPL ആദ്യ മത്സരത്തിൽ തന്നെ നിലവിലെ ചാമ്പ്യന്മാർ വളരെ ഗ്രാൻഡായിട്ട് തന്നെ തുടങ്ങി. MSKയിൽ തുടങ്ങാം. MSK ഇന്നലെ SRH വിജയിക്കുന്നായിരുന്നു പ്രവചിച്ചത്. MSK തീർച്ചയായിട്ടും SRH വിജയിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ ഇത്രത്തോളം അബദ്ധമാവുമെന്ന് കരുതിയിട്ടില്ല. കാരണം ഏതൊരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോളേഴ്സാണ്. വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സ് വേണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഞാൻ ജയദേവ് ഉനദ്കട്ടിൽ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷേ ജയദേവ് ഉനദ്കട്ട് ഹർഷൽ പട്ടേലിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ഹർഷൽ പട്ടേലിനെ പ്രതീക്ഷിച്ചേ ഇല്ല, ജയദേവ് ഉനദ്കട്ടിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ജയദേവ് ഉനദ്കട്ട് IPL ഏറ്റവും വെറ്ററൻ ആയിട്ടുള്ള ബോളറാണ്. തുടക്കത്തിൽ നല്ല വേരിയേഷൻസിലായി എറിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഓവറുകളും വേരിയേഷൻസ് ഉണ്ട്, പക്ഷേ അത് മാത്രം പോരാ. വിക്കറ്റ് ടേക്കിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. IPL വിക്കറ്റ് എടുക്കുക, അത് മാത്രം 200ഓളം റൺസ് അവർ തുടക്കത്തിലെ ആ ഒരു എന്താ പറയുക തകർച്ചയ്ക്ക് ശേഷം കരകയറി വന്ന് ഇഷാൻ കിഷൻ്റെ ബാറ്റിംഗ്, അതുപോലെ 200 റൺസ് അവർ എത്തിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ബോളേഴ്സ് അതിൻ്റെ അവസരോചിതമായി ഉയരേണ്ടതായിരുന്നു. പക്ഷേ ജയദേവ് ഉനദ്കട്ട് അതുപോലെ വേറെ ആരും അനുഭവസമ്പന്നരായ ജയദേവ് ഉനദ്കട്ട് കഴിഞ്ഞാൽ വേറെ ഒരു ബോളേഴ്സ് പോലും വിക്കറ്റ് ടേക്കിംഗ് ആയിട്ട് അവർക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പരാജയമാണ്. അവർ ബാറ്റ്സ്മാൻമാരെ കുത്തി നിറച്ചൊരു ടീമിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ കൈവിട്ടുപോയ ഒരുപാട് മാണിക്യങ്ങളുണ്ട്. ആ ടീമിലായിരുന്നു മുഹമ്മദ് സിറാജ് കളിച്ചിരുന്നത്, ആ ടീമിലായിരുന്നു ഭുവനേശ്വർ കുമാർ കളിച്ചിരുന്നത്. ഇന്ന് ഞാനും ആരിസുഖ് കളി കാണുന്ന സമയത്ത് നമ്മൾ പറയുകയും ചെയ്തു. കാരണം ഭുവനേശ്വർ കുമാറിൻ്റെ ആദ്യത്തെ ഓവറുകളും അതുപോലെ ഡെത്ത് ഓവറൊക്കെ വളരെ നിർണായകമായിരുന്നു. അദ്ദേഹം പന്തിൽ ഇപ്പോഴും 138 മുകളിൽ പന്തെറിയുന്നു എന്ന് പറയുമ്പോൾ ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ ടീമിൽ ഒരു അവഗണന നേരിട്ടു എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്തിരുന്നത്. കാരണം അദ്ദേഹം ടീമിലെത്താൻ, ഇന്ത്യൻ ടീമിൽ പോലും ഇപ്പോഴും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പന്തുകളും നല്ല ബൗൺസ് കിട്ടുന്നുണ്ട്, നല്ല സ്വിങ് കിട്ടുന്നുണ്ട്. ഭുവനേശ്വർ തീർച്ചയായിട്ടും ഒരു ഇന്ത്യയുടെ T20 ടീമിലെങ്കിലും അവസരം കിട്ടാൻ സാധ്യതയുള്ള, ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പന്തുകളുടെ ഒരു സവിശേഷത നമ്മൾ തുടക്കം മുതലേ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കൈവിട്ട മാണിക്യങ്ങൾ അവർക്കെതിരെ, അതായത് ഭുവനേശ്വർ നല്ല രീതിയിൽ പന്തെറിയുന്നു, അവർക്ക് കൃത്യമായിട്ടൊരു ബോളിംഗ് നിര ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉനദ്കട്ടിൽ എത്ര കാലം അവർ വിശ്വസിച്ച് പന്തേൽപ്പിക്കും? എനിക്ക് തോന്നുന്നത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കാം അവർ ഉനദ്കട്ടിനെ അവരുടെ ടീമിലെ പ്രധാന ബോളറായി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഉനദ്കട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ 2009, 2010 കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം IPL കളിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ IPL തുടങ്ങിയ സമയം മുതലേ അദ്ദേഹം ഈ IPL കളിക്കുന്നുണ്ട്. 100-ലധികം മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഉനദ്കട്ടിൻ്റെ ഏറ്റവും സവിശേഷമായൊരു കാര്യം, അദ്ദേഹം 2010 അദ്ദേഹം ആദ്യ ടെസ്റ്റ് കളിച്ചത്. 2010 എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ ഓപ്പണേഴ്സ് വീരേന്ദ്ര സെവാഗ് ആയിരുന്നു, ഗൗതം ഗംഭീർ ആയിരുന്നു. അത് കഴിഞ്ഞ് രാഹുൽ ദ്രാവിഡ് 1 ഡൗൺ ആയിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങുന്നുണ്ട്. ശേഷം സച്ചിൻ ടെണ്ടുൽക്കർ 4-ാം സ്ഥാനത്ത് വരുന്നുണ്ട്, VVS ലക്ഷ്മൺ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നൊരു മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസുള്ളൊരു കളിക്കാരനാണ്. പക്ഷേ ഒരു ബോളറെ സംബന്ധിച്ചിടത്തോളം ബാറ്റ്സ്മാൻമാരെ പോലെയല്ല. ഇത്രയും കാലം അദ്ദേഹം ഈ വേരിയേഷൻസ് കൊണ്ട് തന്നെയാണ് പിടിച്ചു നിന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ എന്ന രീതിയിൽ T20 മത്സരങ്ങൾ, ടെസ്റ്റിലും രഞ്ജി ട്രോഫിയിലൊക്കെ അദ്ദേഹം വിക്കറ്റ് ടേക്കറാണ്. പക്ഷേ T20 പോലുള്ള IPL പോലുള്ളൊരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൃത്യമായിട്ടും വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ ആരംഭിക്കുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പരാജയം എന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ വിരാട് കോഹ്ലിയുടെ അപ്രമാദിത്യം തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിലും കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വിരാട് കോഹ്ലി തീർച്ചയായിട്ടും ഈ IPL ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ പ്രവചനം നടത്തിയിരുന്നു. ആ ഒരു പ്രവചനം അത് ക്ലിക്കായി. അതിൽ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവ സമ്പത്തും അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് കളിച്ചതെന്ന് നോക്കുമ്പോൾ ആ ഒരു സിക്സൊക്കെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു സിക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തി എന്നുള്ളതല്ല, അദ്ദേഹം ഫോം കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോളേഴ്സ് തീർച്ചയായിട്ടും അവരെ നിരാശരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് RCBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളും ഇന്ന് പെർഫെക്റ്റ്ലി മുന്നോട്ട് പോയൊരു സമയമായിരുന്നു. തുടക്കത്തിൽ ഡഫിയും അതുപോലെ ഭുവനേശ്വർ കുമാറും കൂടി നല്ല ഓപ്പണിംഗ് സ്പെല്ലായിരുന്നു. സാധാരണഗതിയിൽ 2 ഓവർ കഴിഞ്ഞിട്ട് പിന്നത്തേക്ക് ഡെത്ത് ഓവറുകളിലേക്ക് മാറ്റിവെക്കുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ ഇന്ന് ഡഫി അവർ തുടർച്ചയായി 4 ഓവറുകൾ പന്തെറിയിച്ചു. ആ 4 ഓവറിൽ നിർണായകമായ 3 വിക്കറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. 3 വിക്കറ്റുകൾ എന്ന് പറയുമ്പം 3 പുൾ ഷോട്ട് പരാജയപ്പെട്ടിട്ടാണ് ആ വിക്കറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെയുള്ള പന്തുകൾ നേരിടുന്നതിൽ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ള
അവരുടെ മുൻനിര 3 പേരും ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആ 4 ഓവർക്ക് ശേഷം അവർ കൃത്യമായിട്ടും അവരുടെ ഒരു പിന്നെ ബോളിംഗ് സ്ട്രെങ്ത് കാണിച്ചു. മാത്രമല്ല എത്ര റണ്ണാണെങ്കിലും ഞങ്ങൾ ചേസ് ചെയ്യും എന്ന രീതിയിലുള്ളൊരു അഗ്രസീവ് തുടക്കമാണ് അവർക്ക് ലഭിച്ചത്. ദേവദത്ത് പടിക്കൽ നമുക്കറിയാം ഒരുപാട് ആഭ്യന്തര മത്സരങ്ങളിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും IPL എത്തുമ്പോൾ 1-2 സീസണുകൾക്ക് അപ്പുറം അദ്ദേഹം ഇത്രയും അഗ്രസീവായിട്ട് കളിക്കുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നത്തെ അഗ്രസീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു 200 സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത്. എന്തൊക്കെയോ എനിക്ക് പ്രൂവ് ചെയ്യാനുണ്ട് എന്ന തരത്തിലാണ് ദേവദത്ത് പടിക്കലിൻ്റെ ബാറ്റിംഗ് വന്നത്. ഇത്രയും അഗ്രസീവ് അദ്ദേഹം ഒരു 30 പന്തിൽ 45 റൺസ് എടുക്കുന്ന ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ സീസണും അതിന് മുമ്പത്തെ സീസണിലൊക്കെ കളിച്ചിരുന്നത്. പക്ഷേ ഈ സീസണിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ആയിരുന്നു. ഒരു സമയത്ത് അദ്ദേഹമാണ് ഈ ഇന്നിങ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയത്. വിരാട് കോഹ്ലി തുടക്കത്തിൽ വിരാട് കോഹ്ലിയേക്കാൾ അഗ്രസീവായിട്ട് ദേവദത്ത് പടിക്കൽ കളിച്ചു. ആ ഇന്നിങ്സ് തന്നെയാണ് ഈ മത്സരത്തിലെ ചേസിങ്ങിൻ്റെ ഏറ്റവും നിർണായകമായത്. പിന്നെ കോഹ്ലി അവിടെ നിന്നു കളി ജയിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഹേസൽവുഡിൻ്റെ അഭാവത്തിൽ ബാംഗ്ലൂരിൻ്റെ ബൗളിംഗ് വലിയ രീതിയിൽ തകർച്ച നേരിടുന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം ടാക്ടിക്സിൽ നമ്മൾ സംസാരിച്ചായിരുന്നു ജേക്കബ് ഡഫി ആയിരിക്കും ഒരു പെർഫെക്റ്റ് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ. അത് കൃത്യമായിട്ട് ജേക്കബ് ഡഫി തൻ്റെ സംഭവം നിലനിർത്തി എന്നുള്ളതാണ്. നല്ല രീതിയിൽ ആ പ്രവചനം ശരിയായി. അതെ, എല്ലാ പ്രവചനം ശരി. RCB പറഞ്ഞിരുന്നത് ആ പ്രവചനം ശരി. 2 പോയിന്റ്. ഇതിൽ ഈ ട്രാവിസ് ഹെഡ് എല്ലാ കാലത്തും സൺറൈസേഴ്സിൻ്റെ ഒരു വലിയ കരുത്ത് തന്നെയായിരുന്നല്ലോ. അവരെപ്പോഴും 300-ലേക്ക് അവർ നങ്കൂരമിടുന്നത് അല്ലെങ്കിൽ അതിന് തുടക്കമിടുന്നത് ഈ ഓപ്പണിംഗ് പെയറിലാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു അഭിഷേക് ശർമ്മ എക്സ്പോസ്ഡ് ആയ ഒരു ടൂർണമെൻറ്റിന് ശേഷം നമ്മളുടെ IPL വരുന്നു. ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ എടുത്ത് നോക്കൂ, അഭിഷേക് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ റിവ്യൂവിനുണ്ട് ജിതേഷ് ശർമ്മ ഭയങ്കര കോൺഫിഡൻസിലായിരുന്നു, പിന്നെ ബാറ്റിൽ കൊണ്ടുപോയില്ലയോ എന്ന്. അപ്പോൾ ഞാൻ MSK അവിടെ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഔട്ടാണോ അല്ലയോ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ. എന്നിട്ട് അത് മിസ്സായിരുന്നു. ഒരൊറ്റ സിക്സറാണ് പിന്നെ കിട്ടിയത്. അപ്പോൾ മോഡ് മാറ്റുകയാണോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഷോർട്ട് ബോളിലാണ് പരാജയപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അഭിഷേക് ശർമ്മ പരാജയപ്പെടുന്ന സമയത്ത് അവിടെ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേരുമ്പോഴുള്ളൊരു ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ടാണല്ലോ. അതിനാണ് ജേക്കബ് ഡഫി പൊളിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 1 വർഷമായിക്കൊണ്ട് പിന്നെ പവർ പ്ലേയിൽ അല്ലെങ്കിൽ ന്യൂ ബോളിൽ ജേക്കബ് ഡഫി പുലർത്തുന്ന സ്ഥിരത, പിന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്തൊരു മനുഷ്യൻ എന്ന അർത്ഥത്തിലൊക്കെ. അപ്പോൾ ഈ ഹേസൽവുഡ് തിരിച്ചു വരുന്ന സമയത്ത് ജേക്കബ് ഡഫി എന്ത് ചെയ്യും എന്നൊരു ആശങ്കയായിരിക്കും, അല്ലെങ്കിൽ എന്നൊരു പ്രശ്നമായിരിക്കും ഇനി ചിലപ്പോൾ RCB അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിലെടുത്ത് പറഞ്ഞ നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ ഇഷാൻ കിഷൻ, അദ്ദേഹം കളി പരാജയപ്പെടുമ്പോഴും ഇഷാൻ കിഷൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഫോം തുടരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ തുടർന്ന ഫോം, ലോകകപ്പിൽ തുടർന്ന ഫോം. ഇന്നത്തെ മത്സരത്തിൽ 4ാമത്തെ ആ വിക്കറ്റിൽ ഹെൻറിച്ച് ക്ലാസിനും ഇഷാൻ കിഷനും ചേർന്ന് നടത്തിയ ആ കൂട്ടുകെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു 191-ലേക്ക്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരായിരുന്നു അനികേത് വർമ്മയുടെ പേര്. ഈ 3 പേരും ചേർന്നിട്ടാണ് 200-ലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അപ്പുറത്തേക്ക് വരുന്ന അതിനിടയിൽ പറയേണ്ട പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫിൽസാൾട്ട് എടുത്ത ആ ക്യാച്ച്, പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ്റെ ആ ക്യാച്ച് 2 ക്യാച്ചുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതിൽ 1ാമത്തെ ക്യാച്ച് കുറച്ചുകൂടി ക്ലാസിൻ്റെ ക്യാച്ച് കുറച്ചുകൂടി സംശയാസ്പദമായിരുന്നു, കാല് ബൗണ്ടറിയിൽ തട്ടിയോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ റീപ്ലേ ദൃശ്യങ്ങളിൽ ബൗണ്ടറി ലൈൻ ഇങ്ങനെ അനങ്ങുന്നത്. പക്ഷെ അപ്പോഴും തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലിയർ വിക്കറ്റ്, ക്ലിയർ സിക്സ്. നോർമലി അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ട്. നോർമലി അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ബാറ്റ്സ്മാനാണ് സംശയത്തിന്റെ ആനുകൂല്യം ലഭിക്കാറുള്ളത്. പക്ഷെ ഇന്ന് ആ ബാറ്റ്സ്മാൻ അല്ല ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത്. 2ാമത്തെ ക്യാച്ചിലേക്ക് വരുന്ന സമയത്ത് ഒരു സംശയത്തിന് വിട്ടു നൽകാതെ ചിലപ്പോൾ ഈ ടൂർണമെന്റിലെ ക്യാച്ച് എന്ന് 1ാം മത്സരത്തിൽ തന്നെ പിറക്കുന്നു എന്നൊക്കെ പറയാൻ സാധിക്കും. അത്രയും മനോഹരമായ ഒരു ക്യാച്ചാണ്. പക്ഷേ സാൾട്ട് ബാറ്റിംഗിൽ പരാജയപ്പെടുന്നിടത്ത് വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 2025-26 സീസൺ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അദ്ദേഹത്തിൻ്റെതായിരുന്നു എന്നാണ്. കൺസിക്യൂട്ടീവ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ 2 തവണ 4 സെഞ്ചുറി ഉണ്ട്. 2 തവണ 700 മുകളിൽ റൺ സ്കോർ ചെയ്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് ദേവദത്ത് പടിക്കലാണെന്നാണ്. അദ്ദേഹം പിന്നെ ഇന്ത്യയുടെ 1 ഡേ ടീമിലേക്ക് അവകാശവാദം ഉന്നയിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം T20-യിൽ കുറച്ചുകൂടി എക്സ്പ്ലോസീവ് ആവുന്നു. 238 സ്ട്രൈക്ക് റേറ്റ് നടന്നത്. ഹൈദരാബാദിൻ്റെ ബോളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് ജേക്കബ് ഡഫിയെ പോലെ തന്നെ ഡേവിഡ് പെയിൻ എന്ന് പറയുന്ന ഒരു ബോളർ അവർക്ക് വേണ്ടിയിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. ഡേവിഡ് പെയിനെ കുറിച്ച് പറയുന്നത് 35 വയസ്സായി. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇംഗ്ലണ്ട് ടീമിൽ അൺടാപ്ഡ് പ്ലെയറാണ്. പിന്നെ ഒരൊറ്റ ഏകദിന മത്സരമാണ് കളിച്ചത് 2022-ൽ. അതും 2010-ൽ ബെൻ സ്റ്റോക്സിൻ്റെ ഒക്കെ ഒപ്പം അണ്ടർ-19 ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ്. പക്ഷേ അദ്ദേഹത്തിന് 12 വർഷം എടുത്തു ഇംഗ്ലണ്ടിൻ്റെ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ. എന്നിട്ടും T20-ൽ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ സൺറൈസേഴ്സിൽ മറ്റൊരു ഓവർസീസ് പ്ലെയറിന് പരിക്കേറ്റതുകൊണ്ട് അദ്ദേഹം ടീമിലെത്തിയതാണ്. അദ്ദേഹം വന്ന് 2 വിക്കറ്റ് എടുക്കുന്നുണ്ട് മത്സരത്തിൽ എന്നുള്ളതാണ്. അദ്ദേഹം ബിഗ് ബാഷ് ലീഗിലൊക്കെ പിന്നെ പേഴ്സ് കോച്ചേഴ്സിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ച് പിന്നെ വന്നൊരു മനുഷ്യനാണ്. ഒരു ഘട്ടത്തിൽ ഭാഗ്യവശാൽ അദ്ദേഹത്തിന് ടീമിലേക്ക് അവസരം കിട്ടുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബോളിങ്ങിനെ കുറിച്ച് എപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന സമയത്തും ഭയങ്കര
പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് മുനത് ഘട്ടിനെ കുറ്റം പറയുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ 10-ൽ താഴെ എക്കോണമിയിൽ പന്തെറിഞ്ഞ അവരിൽ 2 ബോളർമാരിൽ ഒരാൾ മുനത് ഘട്ടാണ്. എനിക്കൊരു നല്ല ബോളറാണ്. അതായത് IPL പോലും അദ്ദേഹത്തിന് 8 മാത്രമാണ് എക്കണോമി ഉള്ളത്. 8 എന്നുള്ളത് IPL സംബന്ധിച്ചിടത്തോളം ഒരു താരതമ്യേന ഒരു നല്ലൊരു എക്കണോമിയാണ്. പക്ഷേ വിക്കറ്റ് ടേക്കിംഗ് എന്ന് നോക്കുമ്പോൾ 111 മത്സരങ്ങളിൽ ഇവർ 114 വിക്കറ്റ് എങ്ങനെയാണുള്ളത്. അതായത് അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വർഷം സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ അവർ 10-ന് മുകളിൽ റൺ റേറ്റിൽ പിന്നെ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പിന്നെ നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റർമാരൊക്കെ ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ എക്കോണമിയും അതിനനുസരിച്ച്, അപ്പോൾ എക്കോണമി ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഹർഷൽ പട്ടേൽ 10-ന് മുകളിൽ എക്കോണമി പോകുന്നു, ഹർഷ ദുബെ പോകുന്നു, ഇഷാൻ മലിംഗ 17ആണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അടിവിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ RCB പിന്നെ നന്നായി തുടങ്ങുന്നു. പിന്നെ കാവ്യമാരൻ പിന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ചില ആളുകൾ വരുന്ന സമയത്ത് പിന്നെ കാവ്യമാരൻ ഭയങ്കര ആവേശത്തിലൊക്കെ പോകുന്ന നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സലീൽ ഒരു 6 അടിച്ചപ്പോൾ അതെ. പക്ഷേ സലീൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ടുകളൊക്കെ ഭയങ്കര ആ 6 തന്നെ എഡ്ജിൽ പോയൊരു 6. അപ്പോൾ തന്നെ നമ്മൾ ചർച്ച നടത്തിയിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് പോകും എന്ന്. പിന്നെയാണ് പിന്നെ അനികേത് വർമ്മയൊക്കെ വന്നിട്ട് പിന്നെ നന്നായി കളിക്കുന്നതൊക്കെ കണ്ടത്. സോ പിന്നെ RCB ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ് തരുന്നത്. അതിനപ്പുറത്തേക്ക് അഭിഷേക് ശർമ്മയെക്കുറിച്ച് നമ്മളിനി വർത്തമാനം പറഞ്ഞേ മതിയാവും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഡിസൈഡിങ് ടൂർണമെൻറ്റായി ചിലപ്പോൾ ഈ IPL മാറും എന്നാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇതിലും RCB ഫാൻ എന്നുള്ള നിലയ്ക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു നമ്മൾ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചൊരു തുടക്കം. ഇപ്പോൾ RCB സംബന്ധിച്ചിടത്തോളം ചിന്നസ്വാമിയിൽ 16 വർഷത്തിന് ശേഷമാണ് 200+ സ്കോർ RCB ചേസ് ചെയ്യുന്നതാണ്. ചിന്നസ്വാമി ഇപ്പോഴും RCBയുടെ കോട്ടയാണെന്നൊക്കെ പറയുമെങ്കിലും അത്ര ഗംഭീരമായ ഒരു റെക്കോർഡ് ചിന്നസ്വാമിയിൽ പറയാനില്ല RCBക്ക്. പക്ഷേ ഈ വർഷം അതിൻ്റെ ഒരു തുടക്കമാവട്ടെ. അതിൻ്റെ ഫസ്റ്റ് മാച്ചിൽ തന്നെ അത്രയും നല്ല തുടക്കം RCBക്ക് കിട്ടിയെന്നുള്ളതാണ്. കാരണം 2010-ലായിരുന്നു പഞ്ചാബിനെതിരെ ഒരു 202 റൺസ് RCB ചേസ് ചെയ്തത്. അതിനുശേഷം ചിന്നസ്വാമിയിൽ 200 ചേസ് ചെയ്യാൻ RCBക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിവിടെ നടന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല 200+ സ്കോർ ചേസ് ചെയ്യുന്ന ഏറ്റവും വേഗത്തിൽ ചേസ് ചെയ്യുന്ന ടീമായിട്ടത് മാറി RCB മാറി എന്നുള്ളതാണ്. 15 ഓവറിൽ അവർ ചേസ് ചെയ്തതോടുകൂടി ഈ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 200+ ചേസിങ് ടീമായിട്ടും RCB മാറി എന്നുള്ളത്. അതിൽ സ്വാഭാവികമായിട്ട് എടുത്ത് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവദത്ത് പടിക്കലും ഒപ്പം തന്നെ വിരാടും നൽകിയ ഒരു ഇന്നിങ്സ് തന്നെയാണ്. ഒപ്പം ക്യാപ്റ്റൻ രജത് പട്ടിദാറിൻ്റെ ഒരു ക്യാമിയോയും അത് ഗംഭീരം തന്നെയായിരുന്നു. അതിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ ദേവിൻ്റെ ഒരു 2.0 വേർഷൻ എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലിയിലാണ് അദ്ദേഹം ആ ഒരു റേഞ്ചിൽ കളിക്കാൻ തുടങ്ങിയത്. കാരണം പൊതുവെ IPL അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 129 ആയിരുന്നു. പക്ഷേ 170-ലാണ് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി അദ്ദേഹം സീസൺ അവസാനിപ്പിക്കുന്നത് 170 സ്ട്രൈക്ക് റേറ്റിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു ഗിയർ ചേഞ്ചിങ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഈ IPL-ലും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കോഹ്ലിയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കിങ് ഓൾവേസ് കിങ് തന്നെയാണ്. അതിനെ ഒത്ത ഒരു പ്രകടനം തന്നെ അദ്ദേഹം നടത്തുന്നു. ചേസിങ്ങിൽ IPL-ൽ 4000 റൺസ്, എല്ലാവരും 4000 റൺസ് എന്ന നാഴികക്കല്ലിലേക്ക് എത്തുമ്പോൾ ചേസിങ്ങിൽ 4000 റൺസ് എന്ന വലിയൊരു നേട്ടമാണ് കോഹ്ലി എന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 50-യുടെ കാര്യത്തിലും പതിവ് പോലെ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് ചേസിങ്ങിൽ. അത് ഇഷാൻ കിഷന് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറയുന്നുണ്ട്. വിരാട് ഭായിയുടെ വിക്കറ്റ് ചേസിങ്ങിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം വിജയം നമുക്ക് എടുത്തെത്തുമെന്നുള്ളതാണ് ഇഷാൻ പറയുന്നത്. കറക്റ്റ് തന്നെയാണ്. ചേസിങ്ങിൽ വിരാടിനെ ഫ്രീ ആക്കി വിടാൻ പാടില്ല. ചേസ് മാസ്റ്റർ എന്നുള്ള പേര് വെറുതെ കിട്ടിയല്ല അദ്ദേഹത്തിന് എന്നുള്ളത് തന്നെയാണ്. അത് ഈ ഒരു മത്സരം കഴിയുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് ഭയങ്കരമായി തുടക്കത്തിലൊരു സ്ലോ ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും അവസാനത്തെയപ്പോഴേക്ക് കോഹ്ലിയുടെ ഒരു ഗിയർ എന്ന് പറയുന്നത് 5th പോകുന്നത്. കാരണം ബാക്ക് ടു ബാക്ക് ഒരു 6, ബാക്ക് ടു ബാക്ക് 3 4 അടുപ്പിച്ചടിച്ചിട്ടാണ് അദ്ദേഹം ടീമിനെ വിജയത്തിലെത്തിക്കുന്നത്. അത്രയും അനായാസമായി അത്രയും സിമ്പിളായിട്ട്. അതും ഹർഷൽ പട്ടേലായിരുന്നു തൂക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തായാലും ഒരു RCB ഫാൻ എന്നുള്ള നിലയ്ക്കൊരു ഗംഭീര സ്റ്റാർട്ട് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നമ്മൾ RCBയുടെ വലിയ ആശങ്കയായിട്ട് പറഞ്ഞിരുന്നത് നമ്മൾ തുടക്കത്തിൽ ഹേസൽവുഡിൻ്റെ അഭാവത്തിൽ ആര് നികത്തുമെന്നുള്ളതാണ്. അത് ജേക്കബ് ഡഫിനെ പറ്റിയപ്പോൾ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പാറ്റ് കമ്മിൻസിന് പകരം നല്ലൊരു ബൗളർ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ പെയിനാണെങ്കിലും മലിംഗ ആയാലും നല്ല രീതിയിൽ അടി വാങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ഫോറിൻ കോട്ട ബോളർ കൂടി ഇല്ലെങ്കിൽ അവരുടെ കാര്യം, സൺറൈസേഴ്സിൻ്റെ കാര്യം വലിയ പണി തന്നെയാണ്. പ്രത്യേകിച്ച് അവർക്ക് എപ്പോഴുള്ള ചിത്തപ്പേരാണ് 300 അടിച്ചാലും 350 കൊടുക്കുന്ന ബോളർമാരാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിത്തപ്പേര് മറികടക്കണമെങ്കിൽ നല്ലൊരു ബോളിംഗ് യൂണിറ്റ് അവർക്ക് ഉറപ്പായിട്ടും വേണം എന്നുള്ളത് തന്നെയാണ്. ഇതിൽ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരാൾ ഈ രജത് പട്ടീദാർ എന്നുള്ള ക്യാപ്റ്റൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റൻസി തുടർച്ചയായി 4 ഓവർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർക്ക് കൊടുക്കുകയാണ്. പവർ പ്ലേയിൽ 3 ഓവർ തീർന്നു. 7 ഓവർ ആയപ്പോഴേക്ക് 4 ഓവർ കൊടുക്കുകയാണ്. അവിടെ അദ്ദേഹം കൃത്യമായിട്ടൊരു ക്യാപ്റ്റൻസി. അത് കഴിഞ്ഞ് 7ാമത്തെ ഓവറിൽ തന്നെ അദ്ദേഹം ഇമ്പാക്റ്റും ചെയ്ത്
ദേവ് കളത്തിലിറങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ അതുള്ളത് എനിക്ക് വേറൊരു കാര്യം തോന്നുന്നത് ജേക്കബ് ഡഫിക്ക് വിക്കറ്റ് ലഭിച്ചിരിക്കാം, പക്ഷേ ജേക്കബ് ഡഫിയേക്കാൾ നന്നായിട്ട് പന്തെറിഞ്ഞത് ഭുവനേശ്വർ കുമാറാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അദ്ദേഹം 2 ഘട്ടങ്ങളിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതായത് പവർ പ്ലേയിലും പന്തെറിഞ്ഞിട്ടുണ്ട്, ഡെത്ത് ഓവറിലും പന്തെറിഞ്ഞിട്ടുണ്ട്. ഡെത്ത് ഓവറിൽ അദ്ദേഹം പലപ്പോഴും ഭുവനേശ്വർ കുമാറിന് ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പലപ്പോഴും അടി കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭുവനേശ്വർ കുമാറിൻ്റെ ഓവറുകളിലൊക്കെ അവസാനം അദ്ദേഹം എറിയുന്ന സമയത്ത് അടി കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് പിന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള പന്തുകളായിരുന്നു അവസാനമൊക്കെ എറിഞ്ഞത്. ഒരു ഫാസ്റ്റ് യോർക്കറുകൾ എറിയുന്നു കൃത്യമായിട്ടും. പിന്നെ ഹർഷൽ പട്ടേലൊക്കെ നിൽക്കുന്ന സമയത്ത് റൺസ് വഴങ്ങാതെ അവസാനത്തെ 18ാമത്തെ ഓവറും 20ാമത്തെ ഓവറും എറിഞ്ഞിട്ട് അവരെ ഈ അതിലും മുകളിലേക്ക് സ്കോർ 200 മുകളിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും തടയുന്ന ഒരു ബോളിംഗ് പ്രകടനം ഭുവനേശ്വർ കുമാറിൽ നിന്ന് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ RCB വിജയിച്ചു എന്നുള്ളതും RCBയുടെ ജയം അവർ തുടങ്ങി എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ IPLന് ഇങ്ങനൊരു തുടക്കമല്ല, അതായത് ഒരു ആഘോഷങ്ങളുടെ ഒരു കുറവ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സൺറൈസേഴ്സ് പവർ പ്ലേ അവസാനിക്കുന്ന സമയത്ത് 49 റൺസാണ് സ്കോർ. എന്ന് ആലോചിക്കണം, ഏത് സൺറൈസേഴ്സാണ് വെട്ടിക്കെട്ടുകാരെ കൊണ്ട് നിറഞ്ഞ 300ലേക്ക് എടുക്കും നമ്മൾ പറയുന്ന ഈ സൺറൈസേഴ്സ് 49 എന്ന അതേ സമയത്ത് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് നോക്കൂ, അവിടെ 70 കടന്നിട്ടുണ്ട്. 8 ഓവർ ആകുമ്പോഴേക്കും 100 കടന്നിട്ടുണ്ട് അപ്പുറത്ത്. അവിടെ ചേസിങ് മനോഹരമായി നടക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച സൺറൈസേഴ്സ് യഥാർത്ഥത്തിൽ അഭിഷേക് ശർമ്മ പരാജയപ്പെട്ടാൽ ഈ ടീം തീർന്നോ, ട്രാവിസ് ഹെഡ് തീർന്നാൽ ഈ ടീം ഹെൻഡ്രിച്ച് ക്ലാസിനൊക്കെ കുറച്ചുകൂടി കരുതലോടെ കളിക്കുന്ന ഹെൻഡ്രിച്ച് ക്ലാസിനൊക്കെ നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. ശരിക്കും ഒരു ഫിനിഷർ റോളിലൊക്കെ നന്നായി തകർത്തടിക്കേണ്ട ഒരു മനുഷ്യൻ ഇഷാൻ കിഷൻ അപ്പുറത്ത് തകർത്തടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് കുറച്ചുകൂടി പിന്നെ കാമായിട്ട് പിന്നെ അനികേത് വന്നിട്ടാണ് അടിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കെയർഫുൾ ആയിട്ട് കളിച്ചത് പോലെയാണ് തോന്നുന്നത്. ഒരു IPLന് ചേരുന്ന ഒരു തുടക്കം പറയാൻ പറ്റുന്ന ഒരു മാച്ചാണോ ഇതെന്ന സംശയമുണ്ട്. കാരണം മൊത്തത്തിൽ നോക്കുമ്പോൾ IPLന്റെ പക്ഷേ വേറെ പറയാനുള്ളത് അത് മോശം സ്കോറൊന്നുമല്ല, 200+ സ്കോർ റൺസ് മാത്രമല്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ആഘോഷങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പറയാം IPLന്റെ തുടക്കം എന്ന് പറയുമ്പം ഒരുപാട് ബോളിവുഡ് താരങ്ങളുടെ ഡാൻസുകൾ മറ്റ് പരിപാടികൾ അതൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ സംഭവങ്ങൾക്ക് ശേഷം വളരെ പതിഞ്ഞ താളത്തിലുള്ള ഒരു IPL എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും, ഈ 19 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു താരപ്പകിട്ടോ ഒന്നുമില്ലാതെ വളരെ നോർമലായിട്ട് ഒരു IPL ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോർമാലിറ്റി ഈ കളിയിലേക്കും പ്രതിഫലിച്ച പോലുള്ള തുടക്കമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെത്. അവർ പിന്നെ തുടക്കം തന്നെ 3 വിക്കറ്റുകൾ പോകുന്നു. ഇപ്പം വാരിസ് പറഞ്ഞ പോലെ വളരെ കെയർഫുള്ളായിട്ട് കളിക്കുന്ന ക്ലാസനെയും വളരെ കെയർഫുള്ളായിട്ട് പിന്നെ ആദ്യ തുടക്കത്തിലൊക്കെ ഒരുപാട് പതറുന്ന കാഴ്ചയാണ് കണ്ടത്. ട്രാവിസ് ഹെഡിനെ പോലത്തെ ഒരു ബാറ്റ്സ്മാൻ മിസ് ഷോട്ട്സ് ആണ്. അഭിഷേകിന്റെ ഒക്കെ മിസ് ഷോട്ട്സ് കണ്ടു എന്ന് പറഞ്ഞാൽ അഭിഷേക് കണക്ട് ആവുന്നില്ല. ലോകപ്പിൽ എന്താണോ നമ്മൾ കണ്ടത് അതിന്റെ തനിയാവർത്തനം കാണുന്നു എന്നുള്ളതാണ്. അഭിഷേക് എക്സ്പോസ്ഡായി അല്ല, പക്ഷേ അഭിഷേകിനെ നമ്മൾ അങ്ങനെ എഴുതി തള്ളാനും പറ്റില്ല. കാരണം അദ്ദേഹം അടുത്ത മത്സരങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. കാരണം അഭിഷേക് വേൾഡ് കപ്പ് ഫൈനൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പുള്ള കളികളിലൊക്കെ നിരാശപ്പെടുത്തിയ അഭിഷേക് ഫൈനലിൽ തകർപ്പൻ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലോസീവ് ഇന്നിങ്സ് ആണ് നമ്മുടെ പിന്നെ ഫൈനലിൽ ബാക്കപ്പ് കിട്ടിയോണ്ടാണ് എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ്. സൺറൈസേഴ്സ് ഹൈദരാബാദിലാണോ അഭിഷേകിന് ബാക്കപ്പ് കിട്ടാത്തത്? അദ്ദേഹത്തിന് എന്തായാലും ആ പ്ലെയറുടെ ഒരു ഇതുണ്ടല്ലോ. അല്ല, തിരിച്ചു വരും, തിരിച്ചു വരട്ടെ. ഒപ്പം തന്നെ നമ്മൾ ക്യാപ്റ്റൻ ഇഷാൻ കിഷനെ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹം 38 ബോളിൽ 80 റൺസ്, അതായത് ഒരറ്റത്ത് വിക്കറ്റുകൾ തുടർച്ചയായിട്ട് കൊഴിയുമ്പോഴും ആ റൺ റേറ്റ് അതുപോലെ നിലനിർത്തിയ താരമായിരുന്നു. ഡിഫൻസീവിൽ കളിക്കുമ്പോൾ പോലും ഇഷാനാണ് അവിടെ ആ രീതിയിൽ വെടിക്കെട്ട് അടിക്കുന്നത്. 38 ബോളിൽ 80 റൺസ്, 5 സിക്സ്. ലോകകപ്പിൽ അവസാനിപ്പിച്ചിടത്തുനിന്നും പിന്നെയും തുടങ്ങാണ്. ഇഷാനാണ് ശരിക്കും ഒരു റിഡംഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത്. കാരണം ബാറ്റർ എന്ന നിലയിൽ അദ്ദേഹം തകർപ്പൻ ഫോം തുടരുന്നെങ്കിലും ഒരു ക്യാപ്റ്റൻസി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എത്രത്തോളം ഈ ടീമിന്, അത് ക്ലാസിനും അതുപോലെ ട്രാവിസ് ഹെഡൊക്കെ നിൽക്കുന്ന ഒരു ടീമിന് എത്രത്തോളം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളത് ഇഷാനെ ക്യാപ്റ്റൻസി ഇപ്പം ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിഭവങ്ങളില്ല എന്നുള്ളതാണ്. ബൗളിംഗ് ആൾക്കാരില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഉള്ളത് വെച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ കൂടി പിന്നെ ജയിക്കാൻ പറ്റുന്നൊരു സ്കോർ ലഭിച്ചു. അപ്പം എന്തായിരുന്നു എന്നുള്ളത് ബോളിംഗ് ചേഞ്ചുകൾ ഒരുപക്ഷെ നിർണായകമായിട്ടുണ്ടാകാം. എങ്കിൽ കൂടിയും പിന്നെ ബാംഗ്ലൂർ അവരുടെ ആധികാരികത കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും RCBയെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസോടു കൂടി തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. എന്ന് വെച്ചാൽ നിങ്ങൾ അഹങ്കരിക്കരുത്, ഇനിയുള്ള മത്സരങ്ങൾ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം MSKന്റെ ഒരു പ്രസ്താവന വിവാദം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2008 IPL ആരംഭിച്ച IPLലെ
MSK 2003 മുംബൈ ഫാൻ ആയി എന്നൊരു ഞാൻ പ്രസ്താവന 2008 ആരംഭിച്ച IPL MSK 2003 മുംബൈ ഫാൻ ആയി എന്ന് പലരും comment ചോദിച്ചിരുന്നു. 2023 ഞാൻ മുംബൈയും വിട്ടു എന്നാണ് ഉദ്ദേശിച്ചത്. 2008 മുതലേ മുംബൈയുടെ ഫാനായിരുന്നു. രഞ്ജിയാണ് MSK അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല, 2008 മുതലേ മുംബൈ ഫാനായിരുന്നു ഞാൻ. മുംബൈ പറഞ്ഞ സ്ഥിതിക്ക് അപ്പൊ ഇനി മുംബൈ വേഴ്സസ് കൊൽക്കത്തയാണ് അടുത്ത നടക്കാൻ പോകുന്ന IPL മത്സരം. ഒരു നെക്സ്റ്റ് ഹൈ വോൾട്ടേജ് മത്സരം തന്നെയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. മുംബൈ അദ്ദേഹം പറയട്ടെ. എന്താണ് പറയാനുള്ളത്? നത്തിങ് ടു സേ. നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷം എവിടെയാണോ അവസാനിപ്പിച്ചെടുത്ത് അവിടെ നിന്ന് തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ ദൈവത്തിന്റെ പോരാളികൾ തൊട്ടേ തുടങ്ങാറുള്ളൂ. അങ്ങനെ തുടങ്ങില്ല, ഇത്തവണ അങ്ങനെ തുടങ്ങില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്കോട്ടപ്പ് പിന്നെ ഭീകരമാണ്. ഏത് ഓവർസീസ് താരങ്ങളെയാണ് ഇറക്കുക എന്നതായിരിക്കും നാളെ ടീം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം എല്ലാ ഓവർസീസ് താരങ്ങളും T20 ലോകപ്പിൽ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നവരാണ്. സോ അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും മികച്ച ഫോമിലാണുള്ളത്. കുറേ ക്യാപ്റ്റൻസി മെറ്റീരിയലുകളുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് ഈ IPL അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇറങ്ങിപ്പോകാം എന്നുള്ളതാണ്. നമസ്കാര പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? മുംബൈ വേഴ്സസ് കൊൽക്കത്ത മത്സരമാണ് അല്ലേ? ഞാൻ മുംബൈ തന്നെ ജയിക്കാനാണ് സാധ്യത. കൊൽക്കത്തക്ക് ഞാൻ ബെറ്റ് വെക്കുമായിരുന്നു, പക്ഷേ കൊൽക്കത്തയുടെ ബോളിംഗ് നിര ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടി എടുത്ത മുസ്താഫിസുർ റഹ്മാനെ അവർക്ക് ഒഴിവാക്കേണ്ടി വന്നു. അതിൻ്റെ ഫലമായിട്ട് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഈ ലോകകപ്പ് കളിക്കുന്നതിൽ തന്നെ വിട്ടുനിന്നു. പിന്നെ അതിനുശേഷം പാകിസ്ഥാൻ അങ്ങനെ കുറേ പക്ഷേ മുസ്താഫിസുർ റഹ്മാന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കളിക്കാരന് വേണ്ടിയിട്ട് ഒരു രാജ്യം തന്നെ കൂടെ നിൽക്കുന്നു, ലോകകപ്പ് പോലുള്ളൊരു മെയിൻ ഇവന്റിൽ നിന്നും മാറി നിൽക്കുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നു. അതിനുശേഷം അവർ ഹർഷിത് റാണക്ക് പരിക്കാണ്. കഴിഞ്ഞ ദിവസം മറ്റു ബോളേഴ്സിനും പരിക്കാണ്. അവരിപ്പം ഉള്ളത് ബ്ലെസ്സിങ് മുസറബാനിയാണ് അവരുടെ കൂടെ ഉള്ളത്. എങ്കിൽ കൂടിയും ഒരു ഇന്ത്യൻ ബോളർ അവർക്ക് കൃത്യമായിട്ടില്ല. അപ്പോൾ ബോളിംഗ് നിര എപ്പോഴും ചതിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഫലം നമ്മൾ സൂചിപ്പിക്കുന്നത് അതാണ്. മിസ്റ്ററി മാത്രം പോരല്ലോ, 4 ഓവർ മിസ്റ്ററി കഴിഞ്ഞ മിസ്റ്ററി പോലും എക്സ്പോസ്ഡ് ആയ ഒരു ലോകകപ്പാണ് നമ്മൾ കണ്ടത്. മിസ്റ്ററി ആദ്യത്തെ മത്സരങ്ങളിൽ നിന്ന് അതിനുശേഷം കഴിഞ്ഞ ലോകകപ്പിൽ നമുക്കറിയാം ഫസ്റ്റ് പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മിസ്റ്ററിയൊക്കെ പോയി. മുംബൈ ജയിക്കട്ടെ. അപ്പം എന്തായാലും ഒരു ആവേശകരമായ തുടക്കം തന്നെ ലഭിച്ചിരിക്കുന്നു RCB ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. വളരെ സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. ഇനി മുംബൈ കൊൽക്കത്ത പോരാണ്. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.